യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. ജെയിംസ് ചാപ്റ്റർ 4:7. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്തു നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇതിൻ്റെ ചില വിഷയങ്ങൾ ഇന്നലെ പകല് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. പിശാചിനോട് എതിർത്ത് നിൽക്കുന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. പിശാചിനോട് എതിർത്ത് നിൽക്കണം, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പലപ്പോഴും ഈ വാക്യത്തിൻ്റെ 2-ാം ഭാഗം മാത്രം അടർത്തിയെടുത്ത് അത് ഉദ്ധരിക്കുകയും ക്ലെയിം ചെയ്യുകയും അവകാശപ്പെടുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നാം അറിയാതെ സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണ്, ഒരു അബദ്ധമാണ്. എന്നാൽ ആ വാക്യത്തിൻ്റെ ആദ്യ ഭാഗവും കൂടെ ചേർത്ത് വേണം ആ വാഗ്ദത്തം നാം ക്ലെയിം ചെയ്യുവാൻ. അത് മനസ്സിലാക്കാനായിട്ട് ഇന്നലെ ഞാനൊരല്പം പാരഫ്രൈസ് ചെയ്തത് ഇങ്ങനെ പറഞ്ഞു: ദൈവത്തിന് കീഴടങ്ങിക്കൊണ്ട് പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, സാത്താനോട് എതിർക്കണം. യാക്കോബിൻ്റെ ലേഖനത്തിലും പത്രോസിൻ്റെ ലേഖനത്തിലും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് റെസിസ്റ്റ് ദ ഡെവിൾ. പിശാചിനോട് ചെറുത്ത് നിൽക്കണം, എതിർത്ത് നിൽക്കണം, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എന്നാൽ പിശാചിനോട് എതിർത്ത് നിൽക്കുന്നവർ ഒരു കാര്യം കർശനമായി പാലിക്കേണ്ടതുണ്ട്, എങ്കിൽ മാത്രമേ പിശാച് ഓടിപ്പോകുകയുള്ളൂ. കാരണം അപ്പോസ്തല പ്രവർത്തികളിൽ സ്കേവായുടെ മക്കൾ പിശാചിനോട് എതിരിട്ടത് നമ്മൾ കണ്ടതാണ്. അവർ പിശാചിനോട് എതിർത്തു, പിശാച് ഓടിപ്പോയില്ല, പകരം അവർ ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. എന്താണ് ആ കണ്ടീഷൻ? പിശാച് ഭയപ്പെടുന്നത് നമ്മുടെ എതിർപ്പിനെയല്ല, നാം പ്രത്യേകം ഓർക്കണം, നമ്മുടെ അട്ടഹാസത്തെ അല്ല, നമ്മുടെ ശബ്ദത്തിൻ്റെ ആ ധ്വനിയെ അല്ല, അതിൻ്റെ ഡെസിബൽ അല്ല. പിശാച് ഭയപ്പെടുന്നത് നാം ദൈവത്തിന് കീഴടങ്ങുന്ന വിഷയത്തെയാണ്. അതുകൊണ്ടാണ് അവൻ ഓടിപ്പോകുന്നത്. കാരണം പിശാച് എന്ന് പറയുന്നത് തന്നെ ആ കീഴടങ്ങൽ മാറിപ്പോയത് മത്സരത്തിൽ നിന്നുണ്ടായതാണ്. ദൈവത്തിന് കീഴടങ്ങുക എന്നുള്ളതാണ് പിശാചിനോട് എതിർക്കുവാനും പിശാചിനെ തോൽപ്പിക്കുവാനും നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യം. ഈ കീഴടങ്ങുക, സബ്മിറ്റ് എന്ന വാക്കിന് ഓപ്പോസിറ്റായിട്ടുള്ളൊരു വാക്കുണ്ട്. അത് മനസ്സിലാക്കിയാൽ ഞാൻ ഏതളവിൽ ദൈവത്തിന് കീഴടങ്ങുന്നുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. അതാണ് ഇന്നലെ ചിന്തിച്ച കാര്യം. ചില മിനിറ്റുകൾ കൊണ്ട് വേഗത്തിൽ അതൊന്ന് ഓർപ്പിച്ച് മുന്നോട്ട് പോകാം. കാരണമെങ്കിലേ ഇന്ന് പറയുന്നതിൻ്റെ തുടർച്ച ലഭിക്കുകയുള്ളല്ലോ. നമുക്ക് പലപ്പോഴും തോന്നും നാം ദൈവത്തിന് കീഴടങ്ങിയവരാണ്, അല്ലെങ്കിൽ കീഴടങ്ങി ജീവിക്കുന്നവരാണ്. കാരണം രക്ഷിക്കപ്പെട്ടു, സ്നാനമെടുത്തു, അഭിഷേകം പ്രാപിച്ചു, പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, ദശാംശം കൊടുക്കുന്നു, ആരാധനയ്ക്ക് വരുന്നു. പക്ഷെ അത് ഒരു വിശ്വാസിയുടെ ലക്ഷണമാണ്. ദൈവത്തിന് കീഴടങ്ങി എന്നതിന് ഒരടയാളമായിട്ടത് എടുക്കാനായിട്ട് കഴിയുകയില്ല. ഹൗ ഡു ഐ നോ? എങ്ങനെ അറിയാം ഞാൻ ദൈവത്തിന് കീഴടങ്ങി ജീവിക്കുന്നുണ്ടോ എന്നുള്ളത്? ഈ സബ്മിറ്റ് എന്ന വാക്കിൻ്റെ നേരെ വിപരീതമായൊരു വാക്കാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ചിട്ട് അതിൻ്റെ ആഴങ്ങൾ ഗ്രഹിക്കാനായിട്ട് നാം സമയമെടുത്തത്. സബ്മിഷൻ എന്നുള്ളതിൻ്റെ വിപരീതമാണ് റെബല്യൻ, മത്സരം, മറുതലിപ്പ്. റെബല്യൻ എന്നുള്ളതിന് ഡിക്ഷണറി മീനിങ് കൊടുത്തിരിക്കുന്ന റെഫ്യൂസൽ ടു സബ്മിറ്റ് ടു അതോറിറ്റി എന്നുള്ളതാണ്. അധികാരത്തിന് കീഴടങ്ങാൻ വിസമ്മതിക്കുന്നു. അപ്പോൾ ദൈവത്തിന് കീഴടങ്ങാൻ നാം വിസമ്മതിക്കുന്നുണ്ടെങ്കിൽ, കീഴടങ്ങാതിരിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ പേര് തിരുവെഴുത്ത് പറയുന്നത് മത്സരം എന്നുള്ളതാണ്, മറുതലിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തോട് മറുതലിക്കുന്ന വിഷയങ്ങൾ എവിടെയെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ സാത്താനോട് എതിർത്തിട്ട് ഒരു കാര്യവുമില്ല, അവൻ ഓടിപ്പോകുകയില്ല. സാത്താൻ ഭയപ്പെടുന്നത് ദൈവത്തിന് പൂർണ്ണ അളവിൽ കീഴടങ്ങി ജീവിക്കുന്ന ഒരു ദൈവവേദനയാണ്, ഒരു വിശ്വാസിയാണ്. വലിയ ഗംഭീരമായ കാര്യങ്ങളൊന്നും ജീവിതത്തിൽ പറയാൻ കാണത്തില്ലായിരിക്കും, നന്നായി പ്രസംഗിക്കാനോ അല്ലെങ്കിൽ നന്നായി പാടാനോ നന്നായി അഭ്യാസങ്ങളൊന്നും കാണിക്കാൻ അറിയത്തില്ലായിരിക്കും. പക്ഷേ ദൈവത്തിന് കീഴടങ്ങി ജീവിക്കുന്ന ഒരാളിനെ പിശാച് ഭയപ്പെടും. പിശാചിനോട് എതിർത്താൽ അവൻ ഓടിപ്പോകേ നിവൃത്തിയുള്ളൂ, വേറെ ഒരു കാര്യമില്ല. 3 കാര്യങ്ങളാണ്
ഇന്നലെ നമ്മളതിൻ്റെ അടയാളമായി നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാനായിട്ട് നമ്മളെടുത്ത എങ്ങനെ അറിയാം ഞാൻ ദൈവത്തിന് കീഴടങ്ങുന്നുണ്ടോ എന്നുള്ളത്. ഒന്ന്, ഈ മത്സരമാണ് ലൂസിഫർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രധാന ദൂതനായിരുന്നവൻ ഒരു പിശാചായി മാറാനുണ്ടായ കാരണം. യെശയ്യാ പ്രവചനത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും വെളിപ്പാട് പുസ്തകത്തിലുമെല്ലാം അവനെക്കുറിച്ച് പറയുന്നത് വീണു എന്നുള്ളതാണ്. വെട്ടേറ്റ് നിലത്ത് വീണു, ആകാശത്തു നിന്ന് മിന്നൽ പോലെ വീഴുന്നത് ഞാൻ കണ്ടു. വെളിപ്പാട് പുസ്തകം 12 പറയുന്നു, മീഖായേലിൻ്റെ ദൂതന്മാരും സാത്താൻ്റെ ആ മഹാസർപ്പവും അവൻ്റെ ദൂതന്മാരുമായിട്ടൊരു പടവെട്ടി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സാത്താൻ വെട്ടേറ്റ് നിലത്ത് വീണത്, അവനെ വെട്ടിയത് ദൈവമല്ല. നമ്മൾ ധരിക്കും ദൈവമാണ് അവനെ വെട്ടിയെന്ന്. അവനെ വെട്ടിയത് ആരാണെന്ന് വെളിപ്പാട് പുസ്തകം 12 നമ്മൾ കണ്ടു. മീഖായേലും അവൻ്റെ ദൂതന്മാരും സാത്താനും അവൻ്റെ മഹാസർപ്പവും അവൻ്റെ ദൂതന്മാരും തമ്മിലുള്ളൊരു പടവെട്ടാണ് അവിടെ നടന്നത്. മീഖായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഹൂ ഈസ് ലൈക്ക് ഗോഡ് എന്നാണ്. കാരണം മീഖായേലിന് ആ പേര് വരാൻ കാരണം യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ ഇന്നലെ കണ്ടു, പിശാച് ലൂസിഫർ അവൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, ഞാൻ ദൈവത്തെ പോലെയാകും, ഞാൻ അത്യുന്നതനോട് സമനാകുമെന്ന് പറഞ്ഞപ്പോൾ അതിനെ സ്വർഗത്തിൽ ചലഞ്ച് ചെയ്തൊരു ദൂതനാണ് മീഖായേൽ. അതുകൊണ്ടാണ് ദൈവം അവന് മീഖായേൽ തന്നെ പേര് കൊടുത്തത്. ഹൂ ഈസ് ലൈക്ക് ഗോഡ്, ദൈവത്തെ പോലെ ആകുമെന്ന് പറയാൻ നീ ആര് എന്നവനോട് അവനെ ചലഞ്ച് ചെയ്യുകയും അവിടെയാണ് ഒരു വലിയ യുദ്ധമുണ്ടായത്. സ്വർഗത്തിലെ ആ യുദ്ധം ആരംഭിച്ചത് അവിടെയാണ്. അതിൻ്റെ ക്ലൈമാക്സ് ആണ്, അതിൻ്റെ എൻഡാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ വീണുപോയി. അതാണ് അവിടെ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. ഞാൻ ദൈവത്തെ പോലെ ആകും എന്ന് ആര് ക്ലെയിം ചെയ്യുമോ അതിനെ ചലഞ്ച് ചെയ്യുന്ന ദൈവത്തിൻ്റെ ദൂതനാണ് മീഖായേൽ. കാരണം പിശാചിനോട് എതിർക്കുന്ന എല്ലാ സന്ദർഭങ്ങളും നമ്മൾ വായിക്കുമ്പോൾ അവിടെ മീഖായേലിൻ്റെ പേരാണ് നമ്മൾ കാണുന്നത്. മോശയുടെ ശരീരത്തെക്കുറിച്ച് തർക്കിച്ച പിശാചിനോട് വാദിക്കുന്നതും ഈ മീഖായേലാണ്. ഹീ ഈസ് ദ ഏഞ്ചൽ ഹു ചലഞ്ച്ഡ് സൈറ്റൻ ഇൻ ഹെവൻ. സ്വർഗത്തിൽ ദൈവത്തിന് സിംഹാസനത്തിന് മീതെ എൻ്റെ സിംഹാസനം വെക്കും, ഞാൻ അത്യുന്നതനോട് സമനാകുമെന്ന് ഹൃദയത്തിൽ ഒരുത്തൻ പറഞ്ഞപ്പോൾ, ഒരു ദൂതൻ പറഞ്ഞപ്പോൾ, ഒരു പ്രധാന ദൂതൻ പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് അതിനെ വെല്ലുവിളിച്ച് അതിനോട് പോരാടി. ദൈവത്തിൻ്റെ സകല സപ്പോർട്ടും അവനുണ്ടായിരുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ അവസാനം വരെ നമ്മൾ ആ സപ്പോർട്ട് കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലും മഹാസർപ്പവും അവൻ്റെ ദൂതന്മാരോട് പടവെട്ടുന്നത് മീഖായേലും അവനോടുകൂടെയുള്ള ദൂതന്മാരുമാണ്. പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. ഇന്നലെ നമ്മൾ ചിന്തിച്ച ഒന്നാമത്തെ വിഷയം, പിശാച് പറഞ്ഞൊരു കാര്യമുണ്ട്, ഐ വിൽ. അവർ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ്. ദൈവത്തിന് കീഴടങ്ങുന്നത് ഗെത്സമനെ തോട്ടത്തിൽ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, നോട്ട് മൈ വിൽ ബട്ട് ദൈ വിൽ. ദൈവത്തിന് കീഴടങ്ങുന്നു എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ അടയാളമാണ് എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം. മത്സരത്തിൻ്റെ ഒന്നാമത്തെ റെബല്യൻ, അതിൻ്റെ ഒന്നാമത്തെ ലക്ഷണമാണ് മൈ വിൽ, എൻ്റെ ഇഷ്ടം. ഞാൻ ദൈവത്തെ പോലെയാകും, എൻ്റെ സിംഹാസനം അത്യുന്നതൻ്റെ സിംഹാസനത്തെ മീതെ വെക്കും, ഞാൻ തീരുമാനിക്കും, ഞാൻ നടക്കും, ഞാൻ ചെയ്യും, എനിക്കിഷ്ടമുള്ളത് ചെയ്യും. എൻ്റെ ഇഷ്ടം വേണ്ട എന്ന് പറഞ്ഞ് പൂർണ്ണമായി അവസാനം ക്രൂശുമരണം വരെ എൻ്റെ ഇഷ്ടം വേണ്ട പിതാവേ നിൻ്റെ ഇഷ്ടം, നോട്ട് മൈ വിൽ ബട്ട് ദൈ വിൽ എന്ന് പറഞ്ഞ യേശുവാണ് കാൽവറിയിൽ പിശാചിനെ തോൽപ്പിച്ചത്. അതുകൊണ്ട് ദൈവത്തിന് കീഴടങ്ങി ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ പരിശോധിക്കേണ്ട ഒന്നാമത്തെ വിഷയം, എവിടെയെങ്കിലും ഞാൻ എൻ്റെ ഇഷ്ടം ആഗ്രഹിക്കുന്നുണ്ടോ, എൻ്റെ ഇഷ്ടം നടക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ, എൻ്റെ ഇഷ്ടം എനിക്ക് മുൻപിൽ നിൽക്കുന്നുണ്ടോ, അതോ എൻ്റെ ഇഷ്ടം വേണ്ട എന്ന് വെച്ചിട്ട് നോട്ട് മൈ വിൽ എന്ന് ആദ്യം പ്രാർത്ഥിച്ചേച്ച് ബട്ട് ദൈ വിൽ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഇഷ്ടം വേണ്ട കർത്താവേ, നിൻ്റെ ഇഷ്ടം മതി എന്ന് സമർപ്പിക്കുന്ന ഒരു ജീവിതമാണ് ദൈവത്തിന് കീഴടങ്ങുന്നത്. രണ്ടാമത്, റോമാലേഖനം 13-ാം അധ്യായത്തിൽ നമ്മൾ ഇന്നലെ കണ്ടു, ദൈവത്താലല്ലാതെ ഒരു അധികാരവുമില്ല. അധികാര വ്യവസ്ഥയോട് മറുതലിക്കുന്നവൻ ദൈവത്തോട് മറുതലിക്കുന്നു. ദൈവത്തിന് കീഴടങ്ങുന്നു എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ അടയാളമാണ് ദൈവമാക്കി വച്ചിരിക്കുന്ന എല്ലാ അധികാര വ്യവസ്ഥിതികൾക്കും കീഴടങ്ങിയിരിക്കുക എന്നുള്ളത്. പത്രോസ് 5-ാം അധ്യായത്തിൽ ഇതെല്ലാം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുന്നത്. 5-ാം അധ്യായത്തിൽ പിശാചിനോട് എതിർത്ത് നിൽക്കുവീൻ എന്ന് പറയുന്നതിന് മുൻപ് 2-ാം അധ്യായം, 3-ാം അധ്യായം, 5-ാം അധ്യായത്തിലൊക്കെ 4-ാം അധ്യായം എല്ലായിടത്തും നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ആവർത്തിച്ച് പത്രോസ് പറയുന്നത് രാജാവിന് കീഴടങ്ങണം, നാടുവാഴിക്ക് കീഴടങ്ങണം, ഭാര്യമാരെ 3-ാം അധ്യായത്തിൽ ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണം, ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങണം, തമ്മിൽ കീഴടങ്ങണം എന്ന് കീഴടങ്ങണമെന്ന് സബ്മിറ്റ് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടാണ്
5-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ വരുമ്പോൾ പിശാചിനോട് എതിർത്ത് നിൽക്കുവീൻ എന്ന് പറയുന്നത്. എവിടെയെങ്കിലും ദൈവം നമ്മുടെ മേലാക്കി വെച്ചിരിക്കുന്ന, അത് ജോലിസ്ഥലത്തോ ദേശത്തോ ഗവൺമെൻറ്റിലോ സഭയിലോ ഭവനത്തിലോ എവിടെയായിരിക്കാം, സ്കൂളിലോ ബിസിനസ്സിലോ എവിടെയാണെങ്കിലും ദൈവം നമ്മുടെ മേൽ ആക്കി വെച്ചിരിക്കുന്ന അധികാര വ്യവസ്ഥിതി ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവുമില്ല. അതിനോടുള്ള മറുതലിപ്പ് ദൈവത്തോടുള്ള മറുതലിപ്പായിട്ടാണ് സ്വർഗം കണക്കാക്കുന്നത്. പിശാച് വട്ടം കറക്കും, പിശാച് തോൽക്കുകയില്ല, അവനോട് എതിർത്തിട്ട് ഒരു കാര്യവുമില്ല. ഇന്നലെ നമ്മൾ ഏദൻ തോട്ടത്തിൽ കണ്ടല്ലോ, ദൈവത്തോട് മറുതലിച്ച് വീണുപോയ ശേഷം സാത്താൻ വന്ന് ആദ്യം മനുഷ്യനെ വശീകരിച്ചത് അവനും ദൈവത്തോട് മത്സരിക്കാനായിട്ടാണ്. ഏദൻ തോട്ടത്തിൽ വന്ന് ഹവ്വായോട് കൊടുത്ത ആദ്യത്തെ പ്രലോഭനം, ദൈവം നിന്നോട് വാസ്തവമായിട്ട് എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടോ? ദൈവം പറഞ്ഞതല്ല ശരി, നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവം അറിയുന്നു. അതുകൊണ്ട് ദൈവത്തെ സംശയിക്കുവാനും ദൈവത്തിൻ്റെ പരമാധികാരത്തെ സംശയിക്കുവാനും ചോദ്യം ചെയ്യാനുമുള്ള വിത്താണ് ആദ്യം ഇട്ടുകൊടുത്തത്. ഹവ്വ ആ വിത്ത് അവളുടെ ഉള്ളിൽ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവൾ അറിയാതെ രണ്ടാമതൊന്ന് സംഭവിച്ചു. ഇന്നലെ നമ്മൾ കണ്ടു, സാത്താനുമായിട്ട് സംസാരിക്കുമ്പോഴും പഴം പറിച്ച് തിന്നുമ്പോഴുമൊക്കെ നമ്മൾ ധരിച്ചിരിക്കുന്നത് ആദാം ദൂരെ എവിടെയോ ആയിരുന്നുവെന്നാണ്. ഇന്നലെ നമ്മൾ വ്യക്തമായി കണ്ടു, ഉൽപ്പത്തി 3:6, അത് ഇംഗ്ലീഷ് പരിഭാഷകൾ വായിക്കുന്നവർക്ക് വ്യക്തമായിട്ടറിയാം. ഷീ ഗേവ് ഇറ്റ് ടു ഹെർ ഹസ്ബൻഡ് ഹൂ വാസ് വിത്ത് ഹെർ. തന്നോടൊപ്പം ഉണ്ടായിരുന്ന ഭർത്താവിന് കൊടുത്തു എന്നാണ് പുതിയ പരിഭാഷ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പിശാച് വന്ന് ഹവ്വായോട് ഈ ഡീലെല്ലാം നടത്തി അവൾ പഴം പറിച്ച് തിന്നുന്നതും എല്ലാം കണ്ടുകൊണ്ട് ആദാം അടുത്ത് നിൽപ്പുണ്ട്. ദൈവത്തെ സംശയിക്കാൻ ഹൃദയത്തിൽ വിത്ത് വീണ ഹവ്വായ്ക്ക് തൻ്റെ അടുത്ത് നിൽക്കുന്ന ഭർത്താവിനെ ഒന്ന് കൺസൾട്ട് ചെയ്യണമെന്ന് പോലും തോന്നിയില്ല. അവൻ്റെ ഒരു അഭിപ്രായം ചോദിക്കാനോ അങ്ങനെ ഒരാളവിടെ ഉണ്ടെന്ന് പോലും ഹവ്വ ഗവനിച്ചില്ല. അത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു വീഴ്ചയാണ്. ദൈവമക്കളെ, അപകടം വലുതാണ്. അതുകൊണ്ടാണ് അധികാര വ്യവസ്ഥിതിക്ക് കീഴടങ്ങുന്നതാണ് ദൈവത്തിന് കീഴടങ്ങുന്നതിൻ്റെ അടയാളമായിട്ട് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. ദൈവത്തിന് കീഴടങ്ങുന്നു എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ അടയാളം എൻ്റെ ഇഷ്ടം വേണ്ട, നിൻ്റെ ഇഷ്ടം മതി എന്ന് തീരുമാനിക്കുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും, ഒരു കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും. രണ്ടാമത്തേത്, ദൈവം വച്ചിരിക്കുന്ന ആ അധികാര വ്യവസ്ഥിതിക്ക് ജീവിതത്തിൽ ഒരിടത്തു പോലും, ജോലിസ്ഥലത്ത് മേലധികാരിയുമായിട്ട് മത്സരിച്ചേച്ച് വന്ന് സഭയെ തുള്ളിച്ചാടി മത്സരിച്ചാൽ പിശാച് പൊട്ടിച്ചിരിക്കത്തേ ഉള്ളൂ, പിശാച് ഓടിപ്പോവുകയില്ല. സാത്താൻ ഓടിപ്പോകണമെങ്കിൽ കീഴടങ്ങാൻ നാം ദൈവമാക്കി വെച്ചിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും സബ്മിഷൻ പഠിച്ചേ പറ്റുകയുള്ളൂ. അതാണ് കീഴടങ്ങൽ എന്നുള്ള, അല്ലെങ്കിൽ മറുതലിപ്പെന്നാണ് അതിൻ്റെ അർത്ഥം. മൂന്നാമത്തെ കാര്യം ഇന്നലെ നമ്മൾ ചിന്തിച്ചത്, യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ ഇന്നലെ കണ്ടു, ഇസ്രായേൽ മക്കളെക്കുറിച്ച് പറയുന്നത് അവർ ദൈവത്തോട് മറുതലിച്ച് അവൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന പ്രവൃത്തി, അതിൻ്റെ ദൃഷ്ടാന്തം ഇന്നലെ നമ്മൾ ശൗലിൻ്റെ ജീവിതത്തിൽ കണ്ടു. അതിശക്തമായ അഭിഷേകമുണ്ടായിരുന്ന മനുഷ്യൻ, ശൗലുമുണ്ടോ പ്രവാചകഗണത്തിൽ നിന്ന് നാട്ടുകാർ പറഞ്ഞ മനുഷ്യൻ, ആൾ മാറിയവനെ പോലെ ആകുമെന്ന് ശമൂവേൽ പറഞ്ഞ മനുഷ്യൻ, അവൻ ആൾ മാറിയവനെ പോലെ ആയവനാണ്. കാരണം അവൻ്റെ മേൽ വ്യാപരിച്ച അഭിഷേകം അത്ര ശക്തമായിരുന്നു. പക്ഷേ മത്സരം വന്നപ്പോൾ, ദൈവവാചനത്തോടുള്ള ലംഘനം വന്നപ്പോൾ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന പ്രവൃത്തി വന്നപ്പോൾ ശമൂവേൽ വന്ന് പറഞ്ഞു, ശൗലേ, മത്സരം ആഭിചാരം പോലെയാണ്. എന്താ ആഭിചാരം? ഒരു കാര്യം സാധിക്കാൻ ദൈവത്തെ സമീപിക്കുന്നതിന് പകരം സാത്താനെ സമീപിക്കുന്നതിൻ്റെ പേരാണ് ആഭിചാരം. സാത്താൻ്റെ അടുക്കിലോട്ടാണ് ചെല്ലുന്നത് കാര്യം നടത്താനായിട്ട്, അതിൻ്റെ പേരാണ് ആഭിചാരം. അടുത്ത അധ്യായം 1 ശമൂവേൽ 16 നമ്മൾ വായിക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് ശൗലിനെ വിട്ടുപോയി, ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു. അവൻ പിന്നെയും പ്രവചിച്ച് കാണും. പക്ഷേ ഇന്നലെ പ്രവചിച്ച പ്രവചനം അവൻ്റെ മേൽ വ്യാപരിച്ച ആ ശക്തിയേറിയ ദൈവിക അഭിഷേകത്തിലായിരുന്നു. ഇന്ന് പ്രവചിച്ച പ്രവചനം ദുരാത്മാവിൻ്റെ പ്രവചനമാണ്. 2 ദിവസം പ്രവചിച്ച് കാണും ശൗല്. പക്ഷേ ആ ദൈവാത്മാവ് വിട്ടുമാറിയിട്ട് ദുരാത്മാവ് വ്യാപരിച്ചു. ഒറ്റ കാര്യമാണ്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. വിലക്കിയ കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം, അനുസരിക്കാൻ പറഞ്ഞ കാര്യം അനുസരിച്ചില്ല, ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്തു. ഇതൊക്കെയാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചതായിട്ടുള്ള പ്രവൃത്തി. അതിൻ്റെ ഏറ്റവും പരിതാപകരമായ അന്ത്യം നമ്മൾ കണ്ടു. ശൗലിൻ്റെ ജീവിതാവസാനം നമ്മൾ കാണുന്നത് ഒരു വെളിച്ചപ്പാടത്തിൻ്റെ അടുത്ത് ചെന്നു. അവിടെ ആ എഴുതിയിരിക്കുന്ന പ്രയോഗം വളരെ ശ്രദ്ധിക്കണം.
വെളിച്ചപ്പാടത്തിയുടെ അടുത്ത് ചെല്ലുന്നതായിട്ട് വേദപുസ്തകം പറയുന്നു. അവൻ വേഷം മാറി രണ്ടാളിനെയും കൂട്ടി വെളിച്ചപ്പാടത്തിയുടെ അടുത്ത് ചെന്നു. ആരാണ് ഈ ശൗൽ? ദൈവാത്മാവ് വ്യാപരിച്ചപ്പോൾ ആള് മാറിയവനാ. പക്ഷെ ഇപ്പോൾ ആള് മാറിയവനല്ല, അവൻ വേഷം മാറിയവനാ. ദൈവമക്കളെ, ദൈവാത്മാവ് വിട്ടുപോകുമ്പോൾ ഈ ആൾ മാറിയവൻ വേഷം മാറിയവനാവും, വേറെ വേഷമാണ്. ഇപ്പോൾ രണ്ടാൾ കൂടെ വേണം. ദൈവാത്മാവ് അവൻ്റെ മേൽ വ്യാപരിച്ചപ്പോൾ അവന് ഈ രണ്ടാളിൻ്റെ സഹായമൊന്നും വേണ്ടായിരുന്നു. ഇപ്പോൾ വേഷം മാറി. ആൾ മാറിയവൻ വേഷം മാറിയവനാകരുത്. വിശ്വാസിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അപകടമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ മേൽ വ്യാപരിക്കുമ്പോൾ നീ ആൾ മാറിയവനായിരിക്കും. പക്ഷേ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുമ്പോൾ ദൈവസാന്നിധ്യം നിന്നെ വിട്ട് അകന്നു പോകുമ്പോൾ നീ വേഷം മാറി നടക്കേണ്ടി വരും. ചെന്നത് ഒരു വെളിച്ചപ്പാടത്തിയുടെ അടുക്കലാണ്. അവൻ്റെ ജീവിതം ചെന്ന് അവസാനിക്കുകയാണ്, ആഭിചാരത്തിൽ ചെന്ന് അവസാനിക്കുകയാണ്. ദൈവമക്കളെ, അനുസരണക്കേടിൽ വന്ന ആഭിചാര തുല്യമായ മത്സരം ജീവിതത്തിൽ വന്നാൽ യു വിൽ എൻഡ് അപ്പ് ഇൻ വിച്ച് ക്രാഫ്റ്റ്. അതൊരു അന്യ ആരാധനയിൽ, ആഭിചാരത്തിലാണ് അവൻ്റെ ജീവിതം അക്ഷരികമായ ആഭിചാരത്തിൽ ചെന്ന് അവസാനിക്കുക. അതുകൊണ്ട് മറുതലിപ്പ് ജീവിതത്തിൽ വരരുത്. സേവിക്കുന്നത് വേറൊരു ആത്മാവിനെയാണ്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അതാണ് സന്ദേശം. അപ്പോൾ 3 കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞു. 1, എൻ്റെ ഇഷ്ടമല്ല ദൈവേഷ്ടം മതി എന്ന് മാത്രം തീരുമാനിച്ച് ജീവിക്കുന്നതാണ് ദൈവത്തിന് കീഴടങ്ങുന്നതിൻ്റെ ഒന്നാമത്തെ അടയാളം. 2, ദൈവത്തിന് കീഴടങ്ങുന്നത് പോലെ ദൈവമാക്കി വെച്ചിരിക്കുന്ന അധികാര വ്യവസ്ഥിതിക്ക് ജീവിതത്തിൻ്റെ എല്ലായിടങ്ങളിലും കീഴടങ്ങി ജീവിക്കുന്നതാണ് ദൈവത്തിന് കീഴടങ്ങുന്നതിൻ്റെ രണ്ടാമത്തെ അടയാളം. 3, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച് ദൈവസാന്നിധ്യം നഷ്ടപ്പെടുത്തി ആഭിചാരത്തിൽ ചെന്ന് അവസാനിക്കുന്നത് പോലെ, സാത്താന്യന് ഇടം കൊടുക്കുന്നത് പോലെയുള്ള പ്രവൃത്തികൾ ഒന്നും വരരുത്. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് അതിനെക്കുറിച്ച് പറയുമ്പോൾ പിശാചിന് ഇടം കൊടുക്കരുത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഇത് രണ്ടും ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. അവനാലല്ലോ വീണ്ടെടുപ്പ് നാളിനായി നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നത്. കാരണം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുമ്പോൾ ശൗലിന് സംഭവിച്ച ഒരു അപകടമുണ്ട്. ദൈവാത്മാവിൻ്റെ സാന്നിധ്യം പോയി, ദുരാത്മാവ് അകത്തേക്ക് വന്നു. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലും പറയുന്നത് ദൈവാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, പിശാചിന് ഇടം കൊടുക്കരുത്. ഈ 3 കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാഗൽഭ്യത്തോടെ പറയാനുണ്ടെങ്കിൽ ധൈര്യത്തോടെ പിശാചിനോട് എതിർത്തോ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അതുകൊണ്ട് ആ വാക്യം മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെ പഠിച്ചോണം: ദൈവത്തിന് കീഴടങ്ങിക്കൊണ്ട് പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പോൾ ഈ കീഴടങ്ങുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ചത്. നമുക്ക് അല്പം കൂടെ അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കണം. ദൈവത്തിന് കീഴടങ്ങിയില്ലെങ്കിൽ അതിൻ്റെ പേരാണ് റെബല്യൻ, ദൈവത്തോട് മറുതലിക്കുക. ദൈവത്തോട് മറുതലിക്കുന്നത് ഏതൊക്കെ മേഖലകളിൽ പരിശോധിക്കാമെന്നുള്ളത് ഇന്നലത്തെ വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ സമ്മറിയാണ് ഞാൻ ഓർപ്പിച്ചത്. ആ വചനഭാഗങ്ങളൊന്നും ഞാൻ ഉദ്ധരിച്ചില്ല, നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് മുന്നോട്ട് പരിശോധിക്കേണ്ടത് അതിൻ്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണ്. ദൈവത്തോട് മറുതലിച്ചാൽ എന്താണ് അതിൻ്റെ പരിണത ഫലം? ദൈവത്തിന് കീഴടങ്ങിയാൽ സാത്താനോട് എതിർക്കാം, സാത്താൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. സ്കേവായുടെ മക്കൾ ചെയ്തതുപോലെ സാത്താനോട് എതിർക്കരുത്. ദൈവത്തിന് കീഴടങ്ങാതെ പോയി സാത്താനോട് എതിർക്കരുത്. സാത്താനെ പ്രൊജക്റ്റ് ചെയ്യാനോ സാത്താനെ എന്തോ പൊക്കാനോ ഒന്നുമല്ല ഞാൻ ഈ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ അപകടത്തിൽ വരാതിരിക്കാനായിട്ടാണ് ഞാൻ ഇത് കാര്യങ്ങൾ ഓർപ്പിക്കുന്നത്. എന്തൊക്കെയാണ് ദൈവത്തിന് കീഴടങ്ങാതെ പോയാൽ മത്സരികൾക്ക് തിരുവെഴുത്ത് പറയുന്നതായിട്ടുള്ള കാര്യം? അതും വിശ്വാസിയുടെ ജീവിതത്തിൽ പരിശോധിച്ചോണം. കാരണം നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന, നാം നേരിടുന്ന പല അനുഭവങ്ങളും ചിലപ്പോൾ നമുക്ക് പിടികിട്ടുകയില്ല എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത്. അത് ചെറിയ വിഷയമാകാം, വലിയ വിഷയമാകാം, ഗുരുതരമായതാകാം, നിസ്സാരമായതാകാം. പക്ഷേ അതിനൊക്കെ തിരുവെഴുത്ത് പറയുന്ന എല്ലാ കാര്യത്തിനും there is a reason, ഒരു കാരണമുണ്ടാകും. ഈ വിഷയം അതിന് കാരണമാണോ? എൻ്റെ ജീവിതത്തിൽ വന്ന ഏതെങ്കിലും മത്സര സ്വഭാവം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചതോ, അധികാരത്തിന് കീഴടങ്ങാതിരുന്നതോ, എൻ്റെ ഇഷ്ടം നടക്കണമെന്ന് ആഗ്രഹിച്ചതോ, ഏതെങ്കിലും വിഷയങ്ങൾ ഇതിന് കാരണമായോ എന്ന് പരിശോധിക്കുവാൻ ഈ വചനങ്ങൾ നമ്മെ സഹായിക്കും. ഒരു വചനം നമുക്ക് ആദ്യം നോക്കാം. 1 ശമൂവേൽ 12-ാം അധ്യായത്തിൽ അതിൻ്റെ 14-ഉം 15-ഉം വാക്യങ്ങൾ പ്രത്യേകിച്ച് അവിടെ ഓർപ്പിക്കുന്നത്, ഇസ്രായേലിലൊരു രാജാവിനെ അവർ ചോദിച്ചു. ശൗലിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു അഡ്വൈസ് ഉണ്ട്. അവരെ
ആ രാജാവിനെ അവതരിപ്പിച്ചുകൊണ്ട് അവരുടെ മുമ്പാകെ കൊണ്ടുവന്നിട്ട് അവർക്ക് കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമുണ്ട്. അതാണ് നമ്മൾ ആ ഭാഗത്ത് വായിക്കുന്നത്. 1 സാമുവേൽ chapter 12, 14 and 15. നിങ്ങൾ യഹോവയുടെ കൽപ്പനയെ മറുക്കാതെ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിച്ച് അവൻ്റെ വാക്കനുസരിക്കുകയും നിങ്ങളും നിങ്ങളെ വാഴുന്ന രാജാവും നിങ്ങളുടെ ദൈവമായ യഹോവയോട് ചേർന്നിരിക്കുകയും ചെയ്താൽ കൊള്ളാം. എന്നാൽ നിങ്ങൾ യഹോവയുടെ വാക്ക് അനുസരിക്കാതെ യഹോവയുടെ കൽപ്പനയെ മറുത്താൽ യഹോവയുടെ കൈ നിങ്ങളുടെ പിതാക്കന്മാർക്ക് വിരോധമായിരുന്നതുപോലെ നിങ്ങൾക്കും വിരോധമായിരിക്കും. അവിടെ അവരോട് പ്രത്യേകം ഓർപ്പിക്കുന്നത് റെബല്യൻ്റെ കാര്യമാണ്. ശൗലിനെ രാജാവായി വാഴിക്കുമ്പോൾ അന്ന് തന്നെ ശമൂവേൽ ഒരു പ്രവാചകനാ, കാര്യങ്ങൾ മുൻപുകൂട്ടി കാണുന്നവനാ, ദീർഘദർശിയാണവൻ. അവൻ പറയുന്ന ആ പ്രസംഗത്തിലെ 2 തവണ ആവർത്തിക്കുന്ന ഒരു വാക്കുണ്ട്. ഒന്ന്, നിങ്ങൾ മറുതലിക്കാതെ ഇരുന്നാൽ നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും? എന്നാൽ നിങ്ങൾ ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കാതെ യഹോവയുടെ കൽപ്പനയെ മറുത്താൽ, ഇഫ് യു റിബൽ എഗൻസ്റ്റ് ദ കമാൻഡ്മെൻറ്റ് ഓഫ് ദ ലോർഡ്. ആ റിബൽ എന്ന വാക്ക് ശ്രദ്ധിക്കണം. മറുതലിക്കുക. ദൈവത്തോട് മറുതലിപ്പ് ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ വരരുത്. കാരണം പിശാച് നോക്കിയിരിക്കുക ദൈവത്തോട് മറുതലിക്കുന്ന ഒരുത്തനെ. അവൻ കിട്ടിയാൽ വിഴുങ്ങിക്കളയും. അതാണ് പത്രോസ് പറയുന്നത്. ആരെ വിഴുങ്ങണമെന്ന് നോക്കിയിരിക്കുക. ആരെ വിഴുങ്ങും? മറുതലിക്കുന്നവനെ വിഴുങ്ങും. അവിടെ പറയുകയാണ്, ദ ഹാൻഡ് ഓഫ് ദ ലോർഡ് വിൽ ബി അഗൻസ്റ്റ് യു. മറുതലിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കൈ അവർക്ക് വിരോധമായിരിക്കും. പിശാച് എതിർക്കുന്നത് പോട്ടെ, അത് പിന്നത്തെ കാര്യമല്ലേ. ഇവിടത്തെ ഈ പറയുന്ന കോൺസിക്വൻസ് വളരെ ഗുരുതരമാണ്. ദൈവത്തിൻ്റെ കൈ വിരോധമായി നിന്നാൽ നമുക്കൊരടി പോലും മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. ഇന്നലെ നമ്മൾ ബിലയാമിനെ കുറിച്ച് ചിന്തിച്ചു. ദൈവേഷ്ടം അവൻ ആദ്യമേ മനസ്സിലായതാണ്, ഈ വഴിക്ക് പോകരുത്. ബാലാക്കിൻ്റെ ഓഫർ സ്വീകരിച്ച് ദൈവത്തിൻ്റെ ജനത്തെ ശപിക്കാനായിട്ട് പോകരുത്. ദൈവത്തിന് ഇഷ്ടമുള്ളൊരു കാര്യമല്ല. പക്ഷേ അവൻ നിർബന്ധിച്ച് പ്രാർത്ഥിച്ച് നമ്മളെ ആളുകൾ പറഞ്ഞു പിടിച്ചു വച്ച് പ്രാർത്ഥിച്ച് അവസാനം അവന് അങ്ങ് പോയി. കർത്താവ് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ പോയ വഴിക്ക് ദൈവത്തിൻ്റെ കൈ അവന് വിരോധമായിരുന്നു, പ്രതികൂലമായിരുന്നു. കഴുതയ്ക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് യേശയ്യാവ് പറഞ്ഞ് കാള തന്നെ ഇവനെയും കഴുത തന്നെ യജമാനൻ്റെ പുൽത്തൊട്ടിയെ മറിയുന്നു. എടാ ബിലയാമേ, പ്രവാചകനായി നടന്നിട്ട് നിനക്കറിയത്തില്ലേ? കഴുതയ്ക്കറിയാവല്ലോ. ദൈവത്തിൻ്റെ കൈ വിരോധമായി നിന്നു. വളരെ ഗൗരവമായിട്ട് നാം ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു വചനമാണ്. ഈ ദൈവത്തിൻ്റെ കൈ വിരോധമായിരിക്കുന്ന അനുഭവം, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൈ അനുകൂലമായിരുന്നാൽ എങ്ങനെയിരിക്കും എന്ന് ഒന്ന് നോക്കിയാൽ നമുക്ക് അറിയാനായിട്ട്. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ 2 വാക്യങ്ങളുണ്ട്, 8-ാം വാക്യവും 18-ാം വാക്യവും. ആ 2 വാക്യങ്ങളിൽ നെഹമ്യാവ് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ 2 വാക്യങ്ങളും നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നെഹമ്യാ chapter 2 and verse 8. 8-ാം വാക്യത്തിൻ്റെ മലയാളത്തിൽ അതിൻ്റെ അവസാന ഭാഗമാണ്. ആ വാക്യം ഒന്ന് വായിച്ച്. അവർക്ക് എഴുത്തുകളും ആലയത്തോട് ചേർന്ന കോട്ടവാതിലുകൾക്കും പട്ടണത്തിൻ്റെ മതിലിനും ഞാൻ ചെന്ന് പാർപ്പാനിരിക്കുന്ന വീട്ടിനും വേണ്ടി ഉത്തരം മുതലായവ ഉണ്ടാക്കുവാൻ രാജാവിൻ്റെ വനവിചാരകനായ ആസാഫ് എനിക്ക് മരം തരേണ്ടതിന് അവനൊരു എഴുത്തും നൽകണമേ എന്നും ഞാൻ രാജാവിനോട് അപേക്ഷിച്ചു. എൻ്റെ ദൈവത്തിൻ്റെ കേൾക്കണം. എൻ്റെ ദൈവത്തിൻ്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നതുകൊണ്ട് രാജാവ് അത് എനിക്ക് തന്നു. വളരെ മാനുഷികമായി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. എന്തും സംഭവിക്കാം. രാജാവ് ഇതിന് അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട്. എസ്തേർ കയറി ചെന്ന പോലത്തെ ഒരു സാഹചര്യമാണിത്. രാജാവ് ചെങ്കോല് നീട്ടിയില്ലെങ്കിൽ തല പോകുന്ന വിഷയമാണ് എസ്തേറിൻ്റേത്. ഇവിടെ നെഹമ്യാ വളരെ ഭാരത്തോടെ ആഗ്രഹത്തോടെ ദൈവത്തിൻ്റെ ആ നഗരത്തിൻ്റെ മതിലുകളുടെ പണിക്ക് രാജാവ് അനുകൂലമായെങ്കിലേ, രാജാവ് കാര്യം സാധിപ്പിച്ച് തന്നെങ്കിലേ പറ്റുള്ളൂ. ഇതെല്ലാം കൊണ്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. ഒരു കാര്യത്തിന് ഇറങ്ങി തിരിക്കുമ്പോഴറിയാം, മാനുഷികമായി അസാധ്യമെന്ന് തോന്നുന്ന ചില വിഷയങ്ങളുടെ മുഖത്ത് നമ്മൾ ഇറങ്ങി തിരിക്കുമ്പോഴറിയാം ദൈവത്തിൻ്റെ കൈ അനുകൂലമാണോ അല്ലയോ എന്നുള്ളത്. നെഹമ്യാവ് പറയുക, എൻ്റെ ദൈവത്തിൻ്റെ കൈ എങ്ങനെയുള്ള കൈ? ദയയുള്ള കൈ. ദൈവമക്കളെ, ദൈവത്തിന് കീഴടങ്ങുന്നവർക്ക് അവൻ്റെ കൈ ദയയുള്ള കൈയാണ്.
അവൻ്റെ കൈ ദയുള്ള കൈയാ. അതുകൊണ്ടാണല്ലോ ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിമാരുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും അതവിടെ എഴുതിയിരിക്കുന്നത്. എന്തിനാ? അത് ദയുള്ള കയ്യാ. എന്ന പോലെ കർത്താവ്, ഞങ്ങൾ നിങ്കലേക്ക് നോക്കുന്നു. കാരണം നിന്റെ കൈ, ആ ദയുള്ള കൈ എനിക്ക് അനുകൂലമായിട്ടൊന്ന് നീട്ടണമേ. ദൈവത്തിന് കീഴടങ്ങിക്കോണം. ദൈവത്തിന് കീഴടങ്ങുന്ന അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഇന്നലെ നമ്മൾ കേട്ടല്ലോ. ദൈവത്തിന് കീഴടങ്ങുന്ന ഒരുത്തന് വേണ്ടി അവൻ്റെ കൈ ദയുള്ള കൈയാണ്. അവൻ്റെ കൈയുടെ പേര് ദയുള്ള കൈ എന്ന്. അവൻ്റെ കയ്യിലേക്കൊന്ന് നോക്കിയാൽ മതി, അവൻ്റെ കൈ നമുക്ക് വേണ്ടി നീട്ടും. നെഹമ്യാവ് പറയുകയാണ്, ദൈവത്തിൻ്റെ കൈ, ആ ദയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് രാജാവ് എനിക്ക്, ദൈവമക്കളെ, ചില പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ കാര്യങ്ങൾ വേഗത്തിൽ നടന്നു കിട്ടുമ്പോൾ ഓർത്തോണം, എന്തുകൊണ്ടാണ് കാര്യം വേഗത്തിൽ നടന്നത്? എന്തുകൊണ്ടാണ് വേഗത്തിൽ നടന്നത്? ദൈവത്തിൻ്റെ ദയയുള്ള കൈ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നീട്ടിയത് കൊണ്ടാണ്, അനുകൂലമായിരുന്നത് കൊണ്ടാണ്. കഴിഞ്ഞ കാലങ്ങളിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും പറയാൻ ധാരാളം ഉണ്ടായിരിക്കും. എത്രയോ വിഷയങ്ങളുടെ മുഖത്ത് ഭാരപ്പെട്ട സന്ദർഭങ്ങളിൽ, നെഹമ്യാവ് ഭാരപ്പെട്ടതുപോലെ ഭാരപ്പെട്ട വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ ദയയുള്ള കൈ, ആ മെർസിഫുൾ ഹാൻഡ്, അത് നമുക്ക് വേണ്ടി നീട്ടിയതോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇനി 18-ാം വാക്യം വായിച്ചേ. ഈ ദയയുള്ള കൈ നെഹമ്യാവിന് വേണ്ടി നീട്ടി. ആ നെഹമ്യാവ് മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് 18-ൽ വായിക്കുന്നത്. 18 വായിച്ചേ. എന്റെ ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നതും. ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നതും. ഏത് കൈ? ആ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നതും. രാജാവിനോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ അവർ നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. ഈ കേൾക്കുന്നവർക്ക് ഒരു ഉത്സാഹമാ. സാക്ഷ്യം പറയുമ്പോഴൊക്കെ, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴൊക്കെ, ഫോൺ ചെയ്ത് നമ്മൾ കാര്യമൊക്കെ പറയുമ്പോഴേ, ദൈവത്തിൻ്റെ ദയയുള്ള കൈ നമുക്ക് അനുകൂലമായിരുന്ന കാര്യം പറയാൻ മറക്കരുത്. അത് മറ്റുള്ളവരോടൊക്കെ ഒന്ന് പറയണം. കാരണം അത് കേൾക്കുമ്പോൾ അവർ പറയും, ഓ എന്നാൽ പിന്നെ നമുക്ക് എഴുന്നേറ്റ് പണിയാം. ഈ ആളുകളൊക്കെ തളർന്നിരിക്കുക, അനേകർ ക്ഷീണിച്ചിരിക്കുക, മടുത്തിരിക്കുക. അവർ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, നമ്മുടെ ചുറ്റുപാടുമുള്ളവർ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ചാർച്ചക്കാർ, അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. നമ്മുടെ വമ്പൻ കാര്യങ്ങളും പൊങ്ങച്ചങ്ങളും ഒന്നും അവർക്ക് കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് അറിയേണ്ടത്, അവർ കേൾക്കാനായിട്ട് കാതോർത്തിരിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, നിൻ്റെ ദൈവത്തിൻ്റെ ദയയുള്ള കൈ നിനക്ക് അനുകൂലമായിരുന്നോ? അതാണ് അവർ അറിയേണ്ടതായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം. രാജാവ് ദാനിയേലിനെ പിടിച്ച് സിംഹക്കുഴിയിലിട്ടിട്ട് രാത്രിയിൽ അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. രാത്രി ഉറങ്ങാതിരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുപാട് കൊണ്ട്, പ്രിയപ്പെട്ടവരെ. അതുകാലത്തെ അവൻ ഓടി വന്ന് സിംഹക്കുഴിയുടെ വാതിക്കൽ അകത്ത് എന്ത് സംഭവിച്ചെന്നറിയത്തില്ല, വിളിച്ച് ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ദൈവമേ, ദാനിയേലേ, നിന്റെ ദൈവത്തിൻ്റെ കൈ നിനക്ക് അനുകൂലമായിരുന്നോ? എനിക്കതറിയണം. അകത്തുനിന്നൊരു ശബ്ദം കേട്ടാൽ മതി, രാജാവേ എന്നൊരു ശബ്ദം കേട്ടാൽ മതി, നീ ജീവനുണ്ടെന്നറിഞ്ഞാൽ മതി, അവർക്ക് ധൈര്യം വരും. പലരോട് നമുക്ക് പറയാനുണ്ട് ദൈവമക്കളെ, വായടച്ചിരിക്കരുത് കേട്ടോ. ദൈവത്തിൻ്റെ ദയയുള്ള കൈ നമുക്ക് അനുകൂലമായിരിക്കണമെങ്കിൽ ദൈവത്തിന് കീഴടങ്ങണം. നമ്മുടെ വിഷയം അതല്ല. ദൈവത്തോട് മറുതലിച്ചാൽ ഈ ദയയുള്ള കൈ പ്രതികൂലമാകുന്നുണ്ടാണ്. റോമാലേഖനം 8-ാം അധ്യായം 31-ാം വാക്യം നമുക്കറിയാമല്ലോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ വാക്യം വായിക്കും. ആ വാക്യം നമ്മൾ ക്ലെയിം ചെയ്യുന്ന വാക്യം, പക്ഷേ അതിൻ്റെ മറുവശം കൂടെ അറിഞ്ഞേച്ച് വേണം നമ്മൾ ആ വാക്യം പറയാൻ. റോമർ 8:31. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? ദൈവത്തിൻ്റെ കൈ അനുകൂലമാണെങ്കിലുണ്ടല്ലോ, ഈ അതിന് പ്രതികൂലം നിൽക്കാൻ, തടസ്സം നിൽക്കാൻ, നെഹമ്യാവിൻ്റെ പുസ്തകം വായിച്ചു നോക്കിയാൽ മതി. ദൈവത്തിൻ്റെ കൈ അനുകൂലമായതുകൊണ്ടാണ് അവൻ ആ മതിൽ പണിക്ക് ഇറങ്ങി പുറപ്പെട്ടത്. രാജാവ് തുടങ്ങി അവൻ്റെ ശത്രുക്കളെ വരെ കൈകാര്യം ചെയ്യാൻ ഈ ഒറ്റ കൈ മതി. ഏത് കൈ? ദൈവത്തിൻ്റെ ദയയുള്ള കൈ. തോബിയാവും സൻബല്ലത്തും ഗൂഢാലോചനയും വ്യാജപ്രചരണവും കള്ളപ്രചരണവും എല്ലാം നടത്തി. ഈ മതിലെ കുറുക്കം കയറിയ താഴെ വീഴുമെന്ന് വരെ പറഞ്ഞു. പക്ഷെ ദൈവത്തിൻ്റെ കൈ അനുകൂലമായിരുന്നത് കൊണ്ട് ആ പണി തീർത്തു. ദൈവമക്കളെ, എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കൈ അനുകൂലമായി നിന്നുകൊണ്ട് ഒരു പണി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആമേൻ. ഇന്ന് പകൽക്കാലം നമുക്കതിനൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? മത്സരം ദൈവത്തിൻ്റെ കൈ പ്രതികൂലമാക്കി തീർക്കും. മറുതലിക്കരുത്. ദൈവ വ്യവസ്ഥയോട് മറുതലിക്കരുത്. ദൈവേഷ്ടത്തോട് മറുതലിക്കരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് മറുതലിക്കരുത്. ഇനിയൊരു 3 കാര്യങ്ങൾ ഞാൻ ക്രമത്തിൽ ഓർപ്പിക്കാം.
ആ 3 കാര്യങ്ങൾ പറഞ്ഞിട്ട് അല്പം കൂടെ അത് വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 26-ഉം 27-ഉം വാക്യങ്ങൾ. ദൈവത്തിൻ്റെ കൈ മത്സരികൾക്ക് വിരോധമാണ്. മത്സരികളെ അവൻ എന്ത് ചെയ്യും? അനുസരിക്കാതെ ദൈവത്തോട് മറുതലിക്കുന്നവരെ അവൻ എന്ത് ചെയ്യും? നെഹമ്യാ ചാപ്റ്റർ 9:26 and 27. നെഹമ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം 26-ഉം 27-ഉം വാക്യങ്ങൾ. എന്നിട്ടും അവർ അനുസരണക്കേട് കാണിച്ചു, നിന്നോട് മത്സരിച്ചു. ശ്രദ്ധിക്കണം ആ വാക്ക്. ദേ റിബൽഡ്. പൂർവ്വപിതാക്കന്മാരെ കുറിച്ച് പറയുന്ന കാര്യമാണ്. ദേ റിബൽഡ്. മത്സരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? നിന്റെ ന്യായപ്രമാണം തങ്ങളുടെ പുറകിൽ എറിഞ്ഞു കളഞ്ഞു. അവരെ നിങ്കലേക്ക് തിരിപ്പാൻ അവരോട് സാക്ഷ്യം പറഞ്ഞ നിന്റെ പ്രവാചകന്മാരെ അവർ കൊന്നു, മഹാകോപഹേതുക്കൾ ഉണ്ടാക്കി. ആകയാൽ നീ അവരെ അവരുടെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു. ദൈവത്തിൻ്റെ കൈ പ്രതികൂലമാകും. ഒന്നാമത്തെ കാര്യം മത്സരികൾക്ക്. രണ്ടാമത്തെ കാര്യം, ദൈവത്തോട് മത്സരിച്ചാൽ, ദൈവത്തിന് കീഴടങ്ങാതെ ഇരുന്നാൽ, പിശാചിനോട് എതിർക്കാൻ വേണ്ടിയുള്ള ഒരുക്കമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അന്ത്യകാലത്ത് കഴിഞ്ഞ കാലങ്ങളൊക്കെ അധികം പിശാചിനോട് എതിർത്തേ പറ്റുകയുള്ളൂ. ആർക്ക് ഏൽപ്പിച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്? ശത്രുവിന് ഏൽപ്പിച്ചു കൊടുക്കും. നമ്മുടെ ശത്രു പിശാചാണ്. ശത്രുവിന് ഡെലിവേർഡ് ദം ടു ദെയർ എനിമീസ്. ശത്രുവിന് ഏൽപ്പിച്ചു കൊടുക്കും. ദൈവമക്കളെ, ഈ മത്സരം, മറുതലിപ്പെന്ന് പറയുന്നത് നിസാര രോഗമല്ല. ഏദൻ തോട്ടം മുതൽ മനുഷ്യൻ്റെ ഉള്ളിൽ പിശാച് കുത്തിവെച്ചുകൊണ്ടിരിക്കുന്ന മാരകമായൊരു വിഷമാണ് റബല്യൻ, മത്സരം. അത് ദൈവമക്കളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുത്. പിശാചിന്, ശത്രുവിന് വിട്ടുകൊടുക്കും, ശത്രുവിന് ഏൽപ്പിച്ചു കൊടുക്കും. രണ്ടാമതൊരു കാര്യം, ആ 3 കാര്യങ്ങൾ അടുപ്പിച്ച് ഞാൻ പറയുന്നതിനൊരു കാരണമുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം നോക്കാം. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 19-ഉം 20-ഉം വാക്യങ്ങൾ. നിങ്ങൾ മനസ്സുവെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. മനസ്സുവെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. മറുത്ത് മത്സരിക്കുന്നു. ശ്രദ്ധിക്കണം, മറുത്ത്, റിഫ്യൂസ് ആൻഡ് റിബൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ റിബൽ എന്ന വാക്ക് വേദവസ്തുവിൽ എവിടെ കാണുന്നോ അത് വളരെ ഗൗരവമായിട്ട് സംസാരിക്കുന്ന വിഷയം. മറുത്ത് മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാളിന് ഇരയായി തീരും എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്ന കാര്യം. വാളിന് ഇരയായി തീരും. അത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് ഇവിടെ നമ്മൾ പറയുന്നത്. വാള് ഏതാ? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഇരിക്കട്ടെ, ഞാനത് കുറച്ചുകൂടെ വിശദീകരിക്കാം. ഇതെല്ലാം തിരുവചനത്തിലെ ഓരോ വാക്കുകളും പലപ്പോഴും ഞാൻ പറയാനുള്ളത് പോലെ വളരെ ആഴമുള്ള വിഷയങ്ങളാണ്. വാളിന് ഇരയായിത്തീരും. ഇനി 3-ാമത്തെ കാര്യം, യെശയ്യാ പ്രവചനം 30-ാം അധ്യായം 1 തുടങ്ങിയുള്ള വാക്യങ്ങൾ, 1 തുടങ്ങി 3 വരെയുള്ള വാക്യങ്ങൾ. ഐസയ്യാ ചാപ്റ്റർ 30 verses 1 to 3. പാപത്തോട് പാപം കൂട്ടുവാൻ തക്കവണ്ണം എന്നെ കൂടാതെ ആലോചന കഴിക്കുകയും എൻ്റെ ആത്മാവിനെ കൂടാതെ സഖ്യത ചെയ്യുകയും ഫറവോൻ്റെ സംരക്ഷണയിൽ തങ്ങളെ തന്നെ സംരക്ഷിക്കേണ്ടതിനും മിസ്രൈമിൻ്റെ നിഴലിൽ ശരണം പ്രാപിക്കേണ്ടതിനും എൻ്റെ അരുളപ്പാട് ചോദിക്കാതെ മിസ്രൈമിലേക്ക് പോവുകയും ചെയ്യുന്ന മത്സരമുള്ള മക്കൾക്ക് അയ്യോ കഷ്ടം. To the rebels, മത്സരികൾക്ക് കഷ്ടമുണ്ട്. ദുരിതം എന്ന വാക്കാണ്. 3 കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1, പാപത്തോട് പാപം കൂട്ടിക്കൊണ്ടിരിക്കുന്നു. 2, ദൈവത്തോട് ആലോചന ചോദിക്കുന്നതേ ഇല്ല. 3, മിസ്രൈമിലേക്ക് പോകുക, ഈജിപ്തിലേക്ക് പോകുകയാണ് മത്സരികൾ. ഈ മത്സരികളുടെ 1-ാമത്തെ കാര്യം കണ്ടു, ദൈവത്തിന് കൈ പ്രതികൂലമാണ്. അടുത്ത 3 കാര്യങ്ങളാണ് ഞാൻ ചേർത്ത് പറയുന്നത്. എന്താണ് ഈ 3 കാര്യങ്ങൾ ചേർത്ത് പറയാനുള്ള കാരണം? ആ 3 കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. 1, ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുക്കും. 2, വാളിനിരയായിത്തീരും. 3, കഷ്ടം അനുഭവിക്കേണ്ടി വരും. ഈ 3 കാര്യങ്ങളും കൂടെ ഒന്നിച്ച് ദൈവം പറഞ്ഞ ഒരു മനുഷ്യനുണ്ട് വേദപുസ്തകത്തിൽ. 1 ദിനവൃത്താന്തം 21-ാം അധ്യായം 11-ഉം 12-ഉം വാക്യങ്ങൾ. ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരു റബല്യൻ വന്നു. ദൈവത്തിൻ്റെ ആത്മാവിന് കീഴടങ്ങിക്കൊടുക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം സാത്താൻ്റെ ആലോചന കേട്ടിട്ട്, നമ്മൾ വായിക്കുന്നത് പിശാച് അവൻ്റെ ഹൃദയത്തിൽ ഒരു ചിന്ത കൊടുത്തിട്ട് ജനത്തെ എണ്ണി നോക്കി, വ്യവസ്ഥകളൊക്കെ ലംഘിച്ചു. ന്യായപ്രമാണത്തിൽ ജനസംഖ്യ എടുക്കുമ്പോൾ പാലിക്കേണ്ടതായ വ്യവസ്ഥകൾ അവൻ പാലിച്ചില്ല. അതൊന്നും പാലിക്കാതെ സാത്താൻ്റെ ആ പ്രേരണ അനുസരിച്ച്
അവൻ ദൈവത്തിൻ്റെ ആത്മാവിനോട് മറുതലിച്ചിട്ട് അവൻ്റെ ജീവിതത്തിൽ ഒരു മറുതലിപ്പ് വന്നു. ദൈവം തൻ്റെ പ്രവാചകനെ ദാവീദിൻ്റെ അടുക്കൽ അയച്ചിട്ട് 3 ഓപ്ഷൻ കൊടുത്തു. മത്സരികൾക്ക് കൊടുക്കുന്ന 3 കാര്യങ്ങളാണ് ദൈവം അവനോട് പറഞ്ഞത്. 21-ാം അധ്യായം, ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 21, 1 ദിനവൃത്താന്തം 21-ാം അധ്യായം 11-12 വാക്യങ്ങൾ. അങ്ങനെ ഗാദ് ദാവീദിന്റെ അടുക്കൽ ചെന്ന് ഗാദ് പ്രവാചകൻ ദാവീദിന്റെ അടുക്കൽ ചെന്നു. ദാവീദ് ഒരു റെബല്യൻ കാണിച്ചിട്ടിരിക്കുക. തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും പറഞ്ഞു, യജമാനെ അത്രയൊന്നും വേണ്ട, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദത്തിന് നീ ഒന്ന് കേൾക്കുക. സാത്താൻ കൊടുത്ത ഒരു ചിന്ത അങ്ങനെ തന്നെയാണ്. സാത്താൻ അവൻ്റെ ഹൃദയത്തിൽ തോന്നിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രവാചകനെ അയച്ചിട്ട് ദൈവം 3 ഓപ്ഷൻ കൊടുത്തു. എന്തൊക്കെയാ പറയുന്നത്? യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, 3 സംവത്സരത്തെ ക്ഷാമമോ, 3 വർഷത്തെ ക്ഷാമം അല്ലെങ്കിൽ ദുരിതം, കഷ്ടം. നോക്കണം, 3 years, 3 സംവത്സരത്തെ ക്ഷാമമോ, നിന്റെ ശത്രുക്കളുടെ വാൾ നിന്നെ തുടർന്നെത്തി നീ 3 മാസം നിന്റെ ശത്രുക്കളാൽ നശിക്കുകയോ. 3 മാസം ശത്രുവിൻ്റെ വാൾ. അപ്പോൾ ഒരു വാള് മനസ്സിലായി. ഇപ്പം ആരുടെ വാള്? ശത്രുവിൻ്റെ വാൾ. 3 സംവത്സരം ക്ഷാമം, കഷ്ടം, ദുരിതം. വേണ്ടതിനൊന്നും തികയുന്നില്ല, കഴിക്കാൻ പോലും കിട്ടുന്നില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല, ക്ഷാമം. ഇല്ലെങ്കിൽ 3 മാസം ശത്രുവിൻ്റെ വാൾ നിനക്കെതിരെ വരും. വായിച്ചേ. ദേശത്ത് 3 ദിവസം യഹോവയുടെ വാളായ, അടുത്ത വാള് 3 ദിവസം യഹോവയുടെ വാളായ മഹാമാരി ഉണ്ടായി ഇസ്രായേൽ ദേശത്തൊക്കെയും യഹോവയുടെ ദൂതൻ സംഹാരം ചെയ്യുകയോ. ഇവയിലൊന്ന് തിരഞ്ഞെടുത്തുകൊള്ളുക. 3-ൽ ഏത് വേണേലും തിരഞ്ഞെടുക്കാം. ആദ്യമൊക്കെ ഇത് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായില്ല, എന്തുവാ ദൈവം ഈ ദാവീദിന് ഒരുമാതിരി എൻട്രൻസ് എക്സാം എഴുതുന്ന പോലെ ചോയ്സ് കൊടുക്കുന്നു. നൺ ഓഫ് ദി അബവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് ടിക്ക് ചെയ്തേനെ. ഇതൊന്നും വേണ്ട കർത്താവേ എന്ന് പറഞ്ഞാൽ അത് പറയാനാണ് നമുക്കിഷ്ടം. ഈ 3 കാര്യങ്ങൾ ആർക്കുള്ളതാ? 3 കാര്യങ്ങൾ ആർക്കുള്ളതാ? ദൈവത്തോട് മറുതലിക്കുന്നവന് വചനം പറയുന്ന ശിക്ഷയാത്. ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുക്കും, ദുരിതം അനുഭവിക്കും, വാൾ നിനക്കെതിരായിട്ട് വരും. സമയം ദൈവം ഫിക്സ് ചെയ്തു. 3 കൊല്ലത്തെ ദുരിതം ഈസ് ഈക്വൽ ടു, അതിന് തുല്യ, 3 ഒരുപോലെ ഉള്ളൂ. ദൈവത്തിന് ഇത് 3 എടുത്താലും ഒരുപോലെ ഉള്ളൂ. ഏതെടുത്താലും ഒരു വില എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ 3-ൽ ഏതെടുത്താലും ഒരുപോലെ ഉള്ളൂ. കാരണം 3ഉം തുല്യമായിട്ടാണ് ദൈവം വെച്ചിരിക്കുന്നത്. 3 കൊല്ലത്തിന് ഒരു ദിവസം പോലും അവൻ കൂട്ടത്തില്ല. കാരണം ശിക്ഷയ്ക്ക് ദൈവം തുല്യത കൊടുത്തിട്ടുണ്ട്. 3 കൊല്ലത്തെ ദുരിതം ഈസ് ഈക്വൽ ടു 3 മാസത്തെ വാള്. ശത്രുവിൻ്റെ വാള് നിനക്കെതിരെ 3 മാസം വരുന്നതും 3 കൊല്ലം ദുരിതം അനുഭവിക്കുന്നതും രണ്ടും ഒരുപോലെയാണ്. ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ. എ ഈസ് ഈക്വൽ ടു ബി ഈസ് ഈക്വൽ ടു സി എന്ന് പറയുന്ന പോലെ അതും തുല്യമാണ്. ഏതിന്? 3 ദിവസത്തെ ദൈവത്തിൻ്റെ വാൾ നിനക്കെതിരെ വന്നിട്ട് ദേശത്തൊരു മഹാമാരി വന്ന് അനേകരെ നശിച്ചു പോകുന്നു. ഏത് വേണേ തിരഞ്ഞെടുത്തോളാൻ പറഞ്ഞു. ദൈവമക്കളെ, ചില വിഷയങ്ങളുടെ മുഖത്ത് ചിലപ്പോൾ ദൈവം ഓപ്ഷൻ തരും, ചിലപ്പോൾ ഓപ്ഷൻ കിട്ടിയില്ലെന്ന് വരും. മത്സരമാണ് വിഷയം, ഗൗരവമേറിയ വിഷയമാണ് മത്സരം. ചില ദുരിതങ്ങൾ, നീണ്ടു നിൽക്കുന്ന ദുരിതങ്ങളുടെ നടുക്കൂടെ പോകുമ്പോൾ ഓർത്തോണം, എവിടെയെങ്കിലും മത്സരം ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റുപറയേണ്ട കാര്യമുണ്ട്. ചിലതിനൊക്കെ ദൈവം സമയം ക്ലിപ്തത വെച്ച് തന്നിട്ടുണ്ട്. അതിനകത്ത് നീ മാനസാന്തരപ്പെടും എന്നുള്ള പ്രതീക്ഷയോടെയാണ് വെച്ചിരിക്കുന്നത്. 3 കൊല്ലത്തെ ദുരിതം, ക്ഷാമം, 3 മാസത്തെ ശത്രുവിൻ്റെ വാള്, ഇല്ലെങ്കിൽ 3 ദിവസത്തെ ദൈവത്തിൻ്റെ വാള്. ദാവീദ് ബുദ്ധിമാനാണ്. ദാവീദിനൊരു കാര്യം അറിയാം, അവൻ്റെ കൈ ദയുള്ള കൈയാണ്. അതുകൊണ്ട് ഞാൻ ആരുടെ കയ്യിൽ അങ്ങ് വീണേക്കാം? ദൈവമക്കളെ, ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നതാണ് നല്ലത്. അങ്ങ് വിട്ടുകൊടുക്കാം. കർത്താവേ, മത്സരം എന്നോട് ക്ഷമിക്കണം. 3 ദിവസത്തെ നിൻ്റെ കൈ, നീ വാള എടുത്താലും നിൻ്റെ കൈ ദയുള്ള കൈയാണ്. മാനസാന്തരപ്പെടുന്നവനോട്, പാപം ഏറ്റു പറയുന്നവനോട്, മത്സരത്തെക്കുറിച്ച് അനുദപിക്കുന്നവനോട് നീ ദയ കാണിക്കും. അതെനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ദാവീദ് ചൂസ് ചെയ്തു ദൈവത്തിൻ്റെ കയ്യിൽ അങ്ങ് വീഴുന്നതാണ് നല്ലത്. മറുതലിക്കരുതേ. മറുതലിക്കുന്നതിന് ഭയങ്കരമായ ഭവിഷ്യത്തുകളുണ്ട്. നീണ്ടു നിൽക്കുന്ന ദുരിതം 3 കൊല്ലം അനുഭവിക്കേണ്ടി വരാം. അല്ലെങ്കിൽ 3 മാസം ശത്രുവിൻ്റെ വാള് നശിപ്പിച്ചു കളയും. അവൻ ദയ കാണിക്കുന്നവനല്ല, അവൻ കരുണ കാണിക്കുന്നവനല്ല.
ദുഷ്ടൻ കരുണ കാണിക്കുന്നവനല്ല. ഇല്ലെങ്കിൽ 3 ദിവസത്തെ ദൈവത്തിൻ്റെ വാള് ഒഴിയാൻ വേറെ മാർഗമൊന്നുമില്ല. നൺ ഓഫ് ദി അബവ് ചോയ്സ് ഇല്ല. ദൈവത്തിൻ്റെ കയ്യിൽ തന്നെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കാം. അതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ദാവീദ് അങ്ങ് സമർപ്പിച്ച്, കർത്താവേ, എൻ്റെ മത്സരം എന്നോട് ക്ഷമിക്കണം, ഞാൻ പാപം ചെയ്തു, ദൈവത്തിന് മുമ്പാകെ വീണുപോയി, ദൈവത്തിന് മുമ്പാകെ ഞാൻ മറുതലിച്ചു പോയി. ദൈവമക്കളെ, റബല്യൻ ഈസ് കോസ്റ്റ്ലി. റബല്യൻ ഈസ് കോസ്റ്റ്ലി. അത് വലിയ വില കൊടുക്കേണ്ട വിഷയങ്ങളാണ്. അത് വലിയ വില കൊടുക്കേണ്ട വിഷയമാണ്. മത്സരം ഒരു കാരണവശാലും ജീവിതത്തിൽ വരരുത്. എൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞ് എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മീതെ വെക്കുമെന്ന് ആരുടെ ഹൃദയത്തിൽ തോന്നുന്നോ അവനെ ചലഞ്ച് ചെയ്യുന്നൊരു മീഖായേലുണ്ട്. ദൈവത്തിൻ്റെ ദൂതൻ പടവെട്ടും. അത് വലിയൊരു വിഷയമാണ്. വലിയൊരു പോരാട്ടത്തിലേക്ക് അത് കൊണ്ടെത്തിക്കും. ദൈവമക്കളെ, ദൈവത്തിന് കീഴടങ്ങിക്കൊടുക്കാം. എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം മതി കർത്താവേ. ദൈവമാക്കി വെച്ചിരിക്കുന്ന അധികാര വ്യവസ്ഥയോട് മത്സരിക്കുമ്പോൾ ദൈവത്തോട് മറുതലിക്കുന്നതായിട്ടാണ് ദൈവം കണക്കാക്കുന്നത്. ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, അധികാര വ്യവസ്ഥിതിയെ തുച്ഛീകരിക്കുന്നതൊന്നും എൻ്റെ ജീവിതത്തിൽ വരരുതേ, സമർപ്പിച്ചു കൊടുക്കാം. മൂന്നാമത്തേത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച് ദൈവസാന്നിധ്യം അകറ്റിക്കളയുന്നത് എന്തും മത്സരത്തിൻ്റെ ഒരു ലക്ഷണമാണ്. അത് കീഴടങ്ങളുടെ ലക്ഷണമല്ല. ഈ ഭവിഷ്യത്തുകൾ അതുകൊണ്ട് സംഭവിക്കാം. ദാവീദിൻ്റെ ജീവിതത്തിൽ വന്നുപോയ ഈ ഭയങ്കരമായിട്ടുള്ള ഈ വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ 3 കാര്യങ്ങൾ ഓർപ്പിച്ചു. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ കൈ പ്രതികൂലമായിരിക്കും. 2, 3, 4 കാര്യങ്ങളാണ് ഇവിടെ ദാവീദിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നാം ചേർത്ത് പഠിച്ചതായ കാര്യം. മത്സരത്തോട്, റബല്യൻ എന്ന് പറയുന്ന സ്വഭാവത്തോട് ദൈവം ഇടപെടുന്നത്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ. അത് ദാവീദാണെങ്കിലും ആരാണെങ്കിലും വചനത്തിൻ്റെ വ്യവസ്ഥ വിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ദൈവം മാറിയിട്ടില്ല. ഈ പല തിരുവെഴുത്തുകളും നാം ചേർത്ത് പഠിക്കുമ്പോഴേ ഇത് തമ്മിൽ ഉള്ള ആ കണക്ഷനും, ദൈവം എത്ര കൃത്യമായിട്ടാണ് ന്യായം വിധിക്കുന്നത്, അവൻ നീതിയുള്ള ന്യായാധിപതിയാണ് എന്നുള്ളത് ബോധ്യമാകുന്നത് അപ്പോൾ മാത്രമേ ഉള്ളൂ. ഒരു കാര്യം കൂടെ അതിനോട് ചേർത്ത് ഓർപ്പിക്കട്ടെ. അഞ്ചാമത്തെ ഒരു കാര്യം. അപ്പോൾ 1, 2, 3, 4 വരെ പറഞ്ഞു. അഞ്ചാമത്തെ കാര്യം 68-ാം സങ്കീർത്തനം 6-ാം വാക്യം. മത്സരത്തിന് മറ്റൊരു ഭവിഷ്യത്ത് കൂടിയുണ്ട്, മറ്റൊരു കോൺസിക്വൻസ് കൂടിയുണ്ട്. 68-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാമത്തെ വാക്യം. ദൈവം ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു, അവൻ ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്നു. എന്നാൽ മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കും. മത്സരികളുടെ കുടുംബത്തിനകത്ത് ഒരു പരിപാടിയുണ്ട്. മത്സരം നമ്മുടെ കുടുംബത്തിൽ എന്തു കൊണ്ടുവരും? അവിടെ ആ കുടുംബ ബന്ധത്തോടുള്ള ചേർത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണ്. ഏകാകികളെ ദൈവം ആക്കുന്നു. അത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. ഏദൻ തോട്ടം മുതൽ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ലെന്ന് കണ്ടിട്ടാണ് ദൈവം ഒരു കുടുംബമാക്കുന്നത്. ദൈവം കുടുംബമാക്കിയെങ്കിൽ ഏകനായിരിക്കുന്നത് നന്നല്ല, ഏകയായിരിക്കുന്നത് നന്നല്ലെന്ന് ദൈവം കണ്ടിട്ട് ദൈവം ചെയ്യുന്നതാണ്. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഏകാകികളെ, അത് ആദാമിനെ മാത്രമല്ല, ഭൂമിയിൽ ജനിച്ചിട്ടുള്ള എല്ലാവരും, ഏകാകികളായിട്ട് ജനിച്ചിട്ടുള്ള എല്ലാവരെയും കുടുംബത്തിലാക്കുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തി. അത് ദൈവത്തിൻ്റെ ഒരു കാര്യപരിപാടിയാണ്. എന്നാൽ മത്സര സ്വഭാവം ജീവിതത്തിൽ വന്നാൽ ഈ കുടുംബജീവിതം വരണ്ട നിലം പോലെയായിത്തീരും. വരൾച്ചയാണ് കുടുംബത്തിൽ വ്യാപരിക്കുന്നത്. അതിൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് നോക്കണം. ഏത് കാര്യത്തിനും നമുക്ക് അർത്ഥം മനസ്സിലായില്ലെങ്കിൽ തിരുവെഴുത്ത് പഠിക്കുന്നവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതിന് വിപരീതം എന്താണ് എന്നുകൂടെ പരിശോധിക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാകും. 128-ാം സങ്കീർത്തനത്തിൽ വരൾച്ചയില്ലാത്ത ഒരു കുടുംബ ജീവിതത്തിൻ്റെ അനുഭവം അവിടെ വിവരിക്കുന്നുണ്ട്. 1 തുടങ്ങി 3 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. Psalms 128 verses 1-3. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നോക്കണം, ഇവിടെ മത്സരിയെക്കുറിച്ചല്ല പറയുന്നത്. ദൈവത്തിന് കീഴടങ്ങി ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏതൊരു മനുഷ്യനും ഭാഗ്യവാൻ. അവന് എന്തുവരും? നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും, ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ഇവിടെ വരൾച്ചയാണോ അതോ സമൃദ്ധിയാണോ? വീട്ടിനകത്തോട്ട് ചെന്നാൽ ഒലിവ് തൈ, തഴച്ചു വളരുന്ന ആ ഒലിവ് തൈകൾ, ഫലപ്രദമായ മുന്തിരിവള്ളി, ആണ്ടിൻ്റെ എല്ലാ ദിവസവും എല്ലാ സീസണിലും ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്ന
ഫലപ്രദമായ മുന്തിരിവള്ളിയെല്ലാം വീട്ടിനകത്ത് ഇങ്ങനെ തഴച്ച് വളരുകയാണ്. ചില വീട്ടിൽ ചെന്ന് കയറുമ്പോൾ നമുക്കറിയാം ആകെ മൊത്തം ഒരു വരൾച്ചയാണ്, ഡ്രൈനസ്. കുടുംബജീവിതം മൊത്തം വരണ്ടിരിക്കുക, ഭാര്യ വരണ്ടുണങ്ങിയിരിക്കുക, കുഞ്ഞുങ്ങളെല്ലാം വരണ്ടുണങ്ങിയിരിക്കുക. ഒന്നിനും ഒരു ഉയർച്ചയോ നന്മയോ അനുഗ്രഹമോ ഒന്നും പ്രാപിക്കാനായിട്ട് കഴിയുന്നില്ല. വരണ്ട് 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 കിടക്കുക. പരിശോധിക്കേണ്ട വിഷയം മത്സരം ജീവിതത്തിൽ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. മറുതലിപ്പ് നിൻ്റെ കുടുംബത്തിൽ വരൾച്ച കൊണ്ടുവരും. ദൈവത്തിന് കീഴടങ്ങിയാൽ ആ വരൾച്ച മാറി ഫലഭൂഷ്ടമായി തീരും. ഒരു മുന്തിരിവള്ളി വളരും, ഒലിവ് തൈകൾ വളരും. വീട്ടിനകത്ത് നല്ല വളക്കൂറാന്നേ. പിള്ളേരൊക്കെ ഇങ്ങനെ ദൈവഭക്തിയിൽ വളരുന്നു. അവർ കർത്താവിൽ ആനന്ദിക്കുന്നു, അവർ കർത്താവിൻ്റെ വേല ചെയ്യുന്നു, ഭാര്യ കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്നു, അതിഥി സൽക്കാരം ആചരിക്കുന്നു. എന്തോ ഒരു വളക്കൂറുള്ള മണ്ണ. ദൈവമക്കളെ, നമ്മുടെ കുടുംബജീവിതം അതുപോലായി തീരണോ? സബ്മിഷൻ പഠിക്കണം. ഭാര്യ ആദ്യം ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം, കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ കീഴടങ്ങിയിരിക്കണം, സഭയിൽ ദൈവമക്കൾക്ക് കീഴടങ്ങിയിരിക്കണം, ജോലി സ്ഥലത്ത് മേലധികാരിക്ക് കീഴടങ്ങിയിരിക്കണം, രാജ്യത്ത് ഭരണാധികാരിക്ക് കീഴടങ്ങിയിരിക്കണം, നാടുവാഴിക്കും രാജാവിനും കീഴടങ്ങിയിരിക്കണം, ദൈവത്തിന് കീഴടങ്ങിയിരിക്കണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കീഴടങ്ങിയിരിക്കണം. എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം തന്നെ വേണമെന്ന് ദൈവം ഭാഗിയിരുന്നു. ദൈവമക്കളെ, വരൾച്ച, ഡ്വെൽ ഇൻ ഡ്രൈ ലാൻഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഉണങ്ങിയ ദേശത്ത് പാർക്കുന്നത് പോലെ എല്ലാം ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഒരവസ്ഥ. ഇപ്പോൾ ഭൗതികമായ കാര്യം, വീട്ടിലെന്ത് സൗകര്യമുണ്ട്, ഫ്രിഡ്ജുണ്ടോ കാറുണ്ടോ ഒന്നുമല്ല ഞാൻ ചോദിച്ചത്. അതൊന്നും ഒരു വിഷയമല്ല. അതിനേക്കാൾ വലിയ വിഷയമാണ് 128-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്. ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയായിത്തീരുന്നത്, മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയായിത്തീരുന്നത്. അത് സബ്മിഷന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരനുഗ്രഹമാണ്, ഒരു നന്മയാണ്. മത്സരികൾക്ക് ആ മേഖലകളിലെല്ലാം വരൾച്ചയാണ്. നമ്മുടെ മത്സരം ഏറ്റു പറഞ്ഞാൽ കുടുംബത്തിനകത്തൊന്ന് ഒരു വളക്കൂറുണ്ടാകട്ടെ. ദൈവമക്കളെ, കുടുംബത്തിനകത്തൊരു വളർച്ച ഉണ്ടാകട്ടെ, ഒന്ന് തഴയ്ക്കട്ടെ. കുടുംബജീവിതത്തിനകത്ത് ഒരു പച്ചയൊക്കെ ഒന്ന് വരട്ടെ. മത്സരം ഏറ്റു പറഞ്ഞോണം. ദൈവം ഭാഗെ അത് വാസ്തവമായിട്ട് സമ്മതിക്കേണ്ടതായിട്ടുള്ള വിഷയമാണ്. മത്സരം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയും കൂടെ ഓർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ ദാനിയേൽ പ്രാർത്ഥിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ യഥാസ്ഥാനത്തിന് വേണ്ടി, ഇസ്രായേൽ വരണ്ടുണങ്ങി, അവർ പരദേശവാസം ചെയ്ത് പ്രവാസികളായിട്ട് പോയിട്ട് യെരമ്യാവ് പ്രവചിച്ചതുപോലെ 70 സംവത്സരങ്ങൾ കഴിഞ്ഞുവെന്ന് യെരമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ദാനിയേൽ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായം 5 തുടങ്ങിയുള്ള വാക്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. 5ഉം 6ഉം വാക്യങ്ങൾ ആദ്യം വായിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങൾ പാപം ചെയ്തു, വികടമായി നടന്നു, ദുഷ്ടത പ്രവർത്തിച്ചു, ഞങ്ങൾ മത്സരിച്ചു, നിന്റെ കൽപ്പനകളും വിധികളും വിട്ടുമാറിയിരിക്കുന്നു. ഞങ്ങളെ രാജാക്കന്മാരോട് ദാനിയേൽ ഏറ്റു പറയുമ്പോൾ, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങൾ എന്ന് പറഞ്ഞ് ഇസ്രായേൽ മക്കളെ മുഴുവനും ഏറ്റെടുത്തുകൊണ്ട് താൻ ഏറ്റു പറയുന്ന ഒരു പ്രധാന വിഷയം, ഞങ്ങൾ മത്സരിച്ചു. വി ഹാവ് റിബൽഡ്. ഞങ്ങൾ നിന്നോട് മത്സരിച്ചു. ദൈവമക്കളെ, മത്സരം ഏറ്റുപറയേണ്ട ഒരു പാപമാണ്. റെബല്യൻ ഈസ് ടു ബി കൺഫെസ്ഡ്. ദാനിയേൽ ഉപവാസത്തോടെ ഇരുന്ന് ഏറ്റുപറഞ്ഞ വിഷയം. ജീവിതത്തിൽ എവിടെയെല്ലാം മറുതലിപ്പ് വന്നിട്ടുണ്ട്, അത് ദൈവസന്നിധിയിൽ പോയി കണ്ണുനീരോടെ ഉപവാസത്തോടെ ദാനിയേൽ ചെയ്തതുപോലെ ഏറ്റുപറയണം. ഇനി ദാനിയേലിന് ഇത് ഏറ്റുപറയുമ്പോൾ ഈ മത്സരത്തിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് നമ്മൾ നേരത്തെ പഠിച്ച 5 കാര്യങ്ങൾ ജീവിതത്തിൽ വന്നത് തനിക്കറിയാമായിരുന്നു. 7-ാം വാക്യം വായിച്ചേ. കർത്താവേ, നിന്റെ പക്കൽ നീതിയുണ്ട്, ഞങ്ങൾക്കോ ഇന്നുള്ളതുപോലെ ലജ്ജയത്രേ. നിന്നോട് ദ്രോഹിച്ചിരിക്കുന്ന ദ്രോഹം ഹേതുവായി നീ അവരെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ദേശങ്ങളിലും സമീപസ്ഥരും ദൂരസ്ഥരുമായ യഹൂദാ പുരുഷന്മാർക്കും യെരൂശലേം നിവാസികൾക്കും എല്ലാ ഇസ്രായേലിനും തന്നെ. ഈ അവര് ലജ്ജിതരായി തീർന്നു. 9-ാം വാക്യം വീണ്ടും പറയുകയാണ്, കർത്താവിന്റെ പക്കൽ, കർത്താവേ, ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുകയാൽ. തൊട്ടുമുകളിൽ പറയുകയാണ്, നിന്റെ പക്കൽ കരുണയുമുണ്ട്, മോചനവുമുണ്ട്. അവൻ്റെ കൈ ദയയുള്ള കൈയാണ്. ദാനിയേലിനത് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞു. ഞങ്ങളോ അവനോട് മത്സരിച്ചു എന്നാണ് ദാനിയേൽ അവിടെ എടുത്തു പറയുന്നതായിട്ടുള്ള കാര്യം. 11-ാം വാക്യം, ഇസ്രായേലൊക്കെയും നിന്റെ വചനം കേട്ടനുസരിക്കാതെ വിട്ടുമാറി നിന്റെ ന്യായപ്രമാണം ലംഘിച്ചിരിക്കുന്നു.
ഇങ്ങനെ ഞങ്ങൾ അവനോട് പാപം ചെയ്തിരിക്കയാൽ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന ശാപവും ആണയും ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നു. ഈ ശാപം വന്നു, ലജ്ജ വന്നു, ശാപം വന്നു, ആണ വന്നു, ഇതെല്ലാം ഞങ്ങളുടെ മേൽ വരാനുള്ള കാരണം ഞങ്ങളുടെ മത്സരമാണ്, ഞങ്ങളുടെ അനുസരണക്കേടാണ് എന്നാണ് ദാനിയേൽ ദൈവത്തോട് ഏറ്റു പറയുന്നതായ കാര്യം. 12-ാം വാക്യം, അവൻ വലിയ അനർത്ഥം ഞങ്ങളുടെ മേൽ വരുത്തിയതിനാൽ. അനർത്ഥം ഞങ്ങളുടെ മേൽ വരുത്തി. ആർക്കായി അനർത്ഥം വരുന്നത്? മത്സരികൾക്ക്. മത്സരം ഏറ്റു പറയുമ്പോൾ ദാനിയേൽ അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് ജീവിതത്തിൽ വന്നത്, കർത്താവ് ഇതൊക്കെ ഞങ്ങൾക്ക് വന്നത് ഞങ്ങളുടെ മത്സരം കൊണ്ടാണ് എന്നാണ് ഏറ്റു പറയുന്നത്. നമുക്ക് വേറെ ആരെയും പഴി ചാരണ്ട. നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന പല വിഷയങ്ങളുടെയും മൂലകാരണം നമ്മുടെ ജീവിതത്തിലെ മത്സരമാണ് എന്ന് ഏറ്റെടുത്ത് ദൈവം ഭാഗ്യത ഏറ്റു പറയാം. ദാനിയേലിനെ പോലെ പലപ്പോഴും നമുക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നാം പല വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ വീഴ്ചയാണ് നമുക്കിത് വരുത്തി വെച്ചതെന്ന് നാം ഒരിക്കലും സമ്മതിക്കുകയില്ല. അതാണ് ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ വ്യത്യാസം. അതുകൊണ്ടാണ് ഞാൻ ആ പ്രാർത്ഥന വീണ്ടും ഇവിടെ ഉദ്ധരിക്കാനുള്ള കാരണം. ഹി അഡ്മിറ്റഡ്. ദാനിയേൽ പറയുക, കർത്താവേ, ഞങ്ങളിന്ന് അനുഭവിക്കുന്ന പല കാര്യങ്ങളുണ്ടല്ലോ, ലജ്ജ, ശാപം, അനർത്ഥം, ഇതെല്ലാം ന്യായപ്രമാണത്തിൽ നിൻ്റെ പുസ്തകത്തിൽ മത്സരികൾക്ക് വരുമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതാണ് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളോട് കരുണ തോന്നണമേ. ദൈവമക്കളെ, ഇങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, ഞങ്ങളുടെ മത്സരം നിമിത്തം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന വിഷയങ്ങൾ, താഴോട്ട് വായിച്ചേ, ഞങ്ങൾക്ക് ന്യായപാലനം നടത്തിവന്ന ന്യായാധിപന്മാർക്കും വിരോധമായി താൻ അരുളി ചെയ്ത വചനങ്ങളെ നിവർത്തിച്ചിരിക്കുന്നു. യെരൂശലേമിൽ 14-ാം വാക്യം, അതുകൊണ്ട് യഹോവ അനർത്ഥത്തിനായി ജാഗരിച്ചിരുന്ന് അത് ഞങ്ങളുടെ മേൽ വരുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ കൈ പ്രതികൂലമായിരുന്നു, യഹോവ അനർത്ഥത്തിനായിട്ട് ജാഗരിച്ചിരുന്നു എന്ന് ദാനിയേൽ അഡ്മിറ്റ് ചെയ്യുകയാണ്. താൻ ദൈവത്തോട് ഏറ്റു പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധി അല്പസമയം വേർതിരിച്ച് നമ്മുടെ ജീവിതത്തിലെ മത്സരങ്ങൾ ഏറ്റു പറഞ്ഞിട്ട് പിശാചിനോട് എതിർത്ത് നിന്നാൽ അവൻ നമ്മളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തിനൊന്ന് കീഴടങ്ങി കൊടുക്കാൻ തയ്യാറാണോ? ദാനിയേലിനെ പോലെ ഒരു ഏറ്റുപറച്ചിലിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നമുക്ക് ഹൃദയംഗമായിട്ടൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് കഴിയുമോ? അതാണ് ഈ ദിവസങ്ങളിൽ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. 18-ാം വാക്യം വായിച്ചേ. ദാനിയേൽ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയിൽ, ആ 9-ാം അധ്യായത്തിൻ്റെ ആ ഭാഗം മുഴുവൻ നിങ്ങൾ വീട്ടിൽ ചെന്ന് നന്നായിട്ടിരുന്ന് വായിക്കണം. താൻ അഡ്മിറ്റ് ചെയ്യുകയാണ്, ഞങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രവാസകാലം, ഈ ദുരിതങ്ങൾ, ഈ അനർത്ഥങ്ങൾ, ഇതെല്ലാം കർത്താവേ മത്സരികൾക്ക്, ദൈവത്തോട് മറുതലിക്കുന്നവർക്ക് വരുമെന്ന് തിരുവെഴുത്ത് പറയുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ മറുതലിപ്പ് ക്ഷമിക്കണമേ. ഈ പറഞ്ഞ തിരുവെഴുത്തുകൾ നമ്മുടെ അവസ്ഥകളൊന്ന് പരിശോധിക്കുവാനും നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാനും, പലതിൻ്റെയും മൂലകാരണം മറ്റാരിലുമല്ല, നമ്മുടെ തന്നെ ഉള്ളിലുള്ള മറുതലിപ്പാണ് എന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തിന് കീഴടങ്ങുവാനും നമുക്ക് ഇടയാകട്ടെ. വായിച്ചേ, 18 തുടങ്ങി. എൻ്റെ ദൈവമേ, ചെവി ചായ്ച്ച് കേൾക്കണമേ. കണ്ണു തുറന്ന് ഞങ്ങളുടെ നാശങ്ങളെയും നിന്റെ നാമം വിളിച്ചിരിക്കുന്ന നഗരത്തെയും കടാക്ഷിക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ നീതിപ്രവർത്തികളിലല്ല, നിന്റെ മഹാകരുണയിലത്രേ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ യാചനകളെ തിരുസന്നിധിയിൽ ബോധിപ്പിക്കുന്നു. ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് അവൻ്റെ കരുണ വലിയതല്ലോ എന്ന് പറഞ്ഞ് ഞാൻ യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക എന്ന് പറഞ്ഞതുപോലെയാണ് ദാനിയേലും ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ദാവീദ് പറഞ്ഞ അതേ പ്രിൻസിപ്പിളാണ്. മത്സരം ഏറ്റു പറയുന്നവർ ഒന്നാമത് മത്സരമുണ്ടെന്ന് സമ്മതിക്കണം. രണ്ടാമത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും, ജീവിതത്തിൽ കടന്നു പോകുന്ന പല കാര്യങ്ങളും ഈ മത്സരത്തിൻ്റെ, ദൈവത്തിന് കീഴടങ്ങാഞ്ഞതിൻ്റെ കോൺസിക്വൻസ് ആണ്, അനന്തരഫലങ്ങളാണെന്ന് സമ്മതിക്കണം. മൂന്നാമത് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കണം. ദാനിയേൽ പറയുകയാണ്, ഞങ്ങളുടെ നീതിപ്രവർത്തികളിലൊന്നും ഞങ്ങൾക്ക് ആശ്രയിക്കാനില്ല, നിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് അടുത്തു വന്നിരിക്കുന്നു. അടുത്ത വാക്യം, കർത്താവേ കേൾക്കണമേ. കർത്താവേ ക്ഷമിക്കണമേ. എന്ത് ക്ഷമിക്കണം? ഞങ്ങളുടെ മറുതലിപ്പും അനുസരണക്കേടുകളും ക്ഷമിക്കണമേ. കർത്താവേ ചെവിക്കൊണ്ട് പ്രവർത്തിക്കണമേ. എൻ്റെ ദൈവമേ, നിന്നെ തന്നെ ഓർത്ത് താമസിക്കരുതേ. നിന്റെ നാമം വിളിച്ചിരിക്കുന്നുവല്ലോ. നമുക്കിതുപോലെ ഒന്ന് പ്രാർത്ഥിക്കാമോ? ദാനിയേലേറ്റ് പറഞ്ഞതുപോലെ നമ്മുടെ മറുതലിപ്പുകൾ, ഇന്നലെയും ഇന്നുമായിട്ട് കേട്ട തിരുവെഴുത്തുകൾ നമ്മുടെ ജീവിതത്തിലെ പല വിഷയങ്ങൾ ഒന്നുകൂടൊന്ന് പരിശോധിക്കുവാൻ കാരണമായി തീരട്ടെ. ഒരുപക്ഷെ എവിടെയെങ്കിലും ഇതുപോലെ ദൈവത്തിന് കീഴടങ്ങിക്കൊടുക്കാത്ത വിഷയങ്ങൾ, കീഴടങ്ങാതെ പോയ വിഷയങ്ങൾ, എവിടെയെങ്കിലും അത് ഏറ്റുപറഞ്ഞ് ക്രമീകരണം പ്രാപിക്കാതെ പോയ വിഷയങ്ങൾ, കുടുംബജീവിതത്തിലോ വ്യക്തി ജീവിതത്തിലോ ഔദ്യോഗിക ജീവിതത്തിലോ
സഭാജീവിതത്തിലോ അയൽപക്കങ്ങളിലോ നമ്മുടെ കമ്മ്യൂണിറ്റിയിലോ എവിടെയെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോട് ദാനിയേൽ ഏറ്റുപറഞ്ഞതുപോലെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാമെങ്കിൽ വിടിവിക്കുവാൻ ശക്തനായവനാണ് നമ്മുടെ കർത്താവ്. അവൻ മഹാകരുണയുള്ളവൻ. അവൻ്റെ കൈ ദയയുള്ള കൈയാണ്. അതുകൊണ്ട് ഇന്നലെ നമ്മൾ സബ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദൈവത്തിന് കീഴടങ്ങുന്നു എന്നുള്ളതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്, 3 കാര്യങ്ങൾ പഠിച്ചു. ഇന്ന് രാവിലെ നമ്മൾ ദൈവത്തിന് കീഴടങ്ങാതെ ദൈവത്തോട് മറുതലിച്ചാൽ ഉണ്ടാകുന്ന അനന്തരഫലങ്ങൾ എന്താണ്, 5 കാര്യങ്ങൾ പഠിച്ചു. അതിൽ പറഞ്ഞ 3 കാര്യങ്ങൾ ഒന്നിച്ച് നേരിട്ട ഒരു മനുഷ്യനാണ് ദാവീദ്. തൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത ആ 3 ഓപ്ഷൻസും മത്സരികൾക്കുള്ള ആ ദൈവത്തിൻ്റെ ആ ശിക്ഷയുടെ അല്ലെങ്കിൽ ആ കോൺസിക്വൻസിൻ്റെ 3 കാര്യങ്ങളാണ് ദാവീദിന് ഓപ്ഷൻ കൊടുത്തത്. ദാവീദ് തിരഞ്ഞെടുത്തു ദൈവത്തിൻ്റെ ആ കരുണയിൽ ആശ്രയിച്ച് അവനിൽ തന്നെ അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്നതാണ്, അവൻ്റെ കയ്യിൽ വീഴുന്നതാണ് നല്ലത്. ദാനിയേൽ അതുപോലെയാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. കുടുംബജീവിതത്തിലെ കാര്യങ്ങൾ ഇതൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവം ഭാഗ്യ അടയ്ക്കാം. അല്പസമയം നമുക്കൊന്ന് പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കാം. ഇന്നലെയും ഇന്നുമായിട്ട് കേട്ട വചനങ്ങൾ, നമ്മുടെ ഉള്ളിലുള്ള ഇപ്പോഴും ക്രമീകരണം വരുത്തിയിട്ടില്ലാത്ത വിഷയങ്ങൾ, എവിടെയെങ്കിലും ആ റെബല്യൻ നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് ശോധന ചെയ്യുവാൻ ദൈവമക്കളെ നമുക്കൊന്ന് ഇടയായി തീരട്ടെ. നമ്മൾ കണ്ണുകളെ അടയ്ക്കാം. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ട്.